ട്രിവാൻഡ്രത്ത് വന്നിട്ട് 33 വർഷമായി. കണ്ട സ്ഥലങ്ങൾ വളരെ കുറവ്, കാണാത്ത സ്ഥലങ്ങൾ കുറേയേറെ. ഇനി എല്ലാം കാണുക തന്നെ. ആഴ്ചയിൽ ഒരു വൺ ഡേ ട്രിപ്പ്, രാവിലെ പോയി വൈകിട്ട് തിരികെ വരിക, അതാണ് ഞങ്ങളുടെ പ്ലാന്. ഇന്നത്തെ ഞങ്ങളുടെ യാത്ര തൃപ്പരപ്പ് വാട്ടർഫോൾസിലേക്കാണ്. തിരുവനന്തപുരത്ത് നിന്നും ഏതാണ്ട് 52 കിലോമീറ്റർ, കേരള തമിഴ്നാട് ബോർഡർ. ഫുൾ ടാങ്ക് പെട്രോള് വണ്ടിയിൽ അടിച്ചു. ഇനി യാത്ര തുടരാം. സിറ്റി വിട്ടു കഴിഞ്ഞാലേ തന്നി നാട്ടും പ്രദേശം, ജനവാസം വളരെ കുറവ്. എന്നാൽ റോഡുകളോ നല്ല വീതിയുള്ള, നല്ല സ്മൂത്തായിട്ടുള്ള റോഡുകൾ. ഗട്ടറില്ല, കുഴിയില്ല. റോഡിൻ്റെ ഇരുവശങ്ങളിലും റബ്ബർ തോട്ടങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജലസംഭരണികളാണ്. അതായത് ചിറ്റാർ ജലസംഭരണികൾ. വലത്ത് ചിറ്റാർ ഡാം 1, ഇടത്ത് ചിറ്റാർ ഡാം 2. രണ്ട് സൈഡിലും കൊരങ്ങന്മാർക്ക് ഒരു പഞ്ഞവും ഇല്ല. ഇവിടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ കിട്ടുമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ സായ് ഹോട്ടലിലെത്തി. ഏതാണേലും വന്ന സ്ഥലം കറക്റ്റായിരുന്നു കേട്ടോ. റോഡിൻ്റെ നിരപ്പിൽ നിന്നും താഴെയാണ് നമ്മുടെ ഹോട്ടൽ. നോക്കുമ്പോൾ ഇതേ ഒരാൾ കയറി വരുന്നു. പുള്ളിക്ക് നമ്മളൊന്ന് വഴി മാറിക്കൊടുത്തു. അതിനുശേഷമാണ് നമ്മൾ താഴേക്ക് ഇറങ്ങിയത്. ഇതാണ് നമ്മുടെ ഹോട്ടലിൻ്റെ റിസപ്ഷൻ. ചെല്ലുമ്പോൾ കാണുന്ന സീൻ ഇതാണ്. അടിപൊളി മീൻ വറുത്തത്. മസാല പിടിക്കും, കഴിക്കാൻ ടേസ്റ്റ്. ലൈവാണല്ലേ എല്ലാം. കണ്ടു ബോധിച്ച് വേണം നമുക്കുള്ള മീൻ ഓർഡർ ചെയ്യാൻ. മീനെല്ലാം നമ്മുടെ ചോയ്സാണ്. അപ്പൊ എത്ര സമയം വെക്കണം ഇത്? എരി പിടിക്കുമോ? അതാണ് ചോദിച്ചത്. മീനൊക്കെ സെലക്ട് ചെയ്തിട്ട് ഞങ്ങൾ ഡൈനിങ് ഏരിയയിലേക്ക് പോയി. ഒരു അപാര വ്യൂ തന്നെ. ഈ ഡാമിൻ്റെ സൈഡിലാണ് നമ്മുടെ ഹോട്ടൽ. നമ്മളിരുന്ന് കഴിക്കുന്നതോ ഈ പുൽത്തകടിയിൽ കസേരയും മേശയൊക്കെ ഇട്ടാണ്. വാട്ടർ ഫേസിംഗ് ആണ് നമ്മുടെ ഹോട്ടൽ. ഡൈനിങ് ഏരിയയുടെ ഒരു ഓവറോൾ വ്യൂ കാണണം. മുകളിൽ ഒരു പ്ലാസ്റ്റിക് ഷീറ്റ് റൂഫായിട്ട് വലിച്ചു കെട്ടിയിട്ടുണ്ട്. നല്ല കാറ്റും വെളിച്ചവും ശുദ്ധവായു. ഡൈനിങ് ഏരിയയെ കംപ്ലീറ്റ്ലി വാട്ടർ ഫേസിങ് ആട്ടോ. ഭക്ഷണത്തേക്കാൾ കൂടുതലേ അവിടുത്തെ ആംബിയൻസ് ആണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. എല്ലാം നോക്കിയും കണ്ട് കുറേ സമയം ഞങ്ങൾ അവിടെ ചിലവഴിച്ചു. നമ്മുടെ ഫുഡ് എത്തി. എല്ലാ ഇലയിലാണ് ഇവിടെ തരുന്നത്. അത് ഇല കഴുകി നല്ല വൃത്തിക്ക് തന്നെയാണ് സ്റ്റാർട്ടിങ്. ചോറും കപ്പയും, പിന്നെ നമ്മുടെ വറുത്ത മീനും, പിന്നെ പുളിശ്ശേരിയുണ്ട്, സാമ്പാറുണ്ട്, അച്ചാറുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ്. കണ്ണത്താ ദൂരത്ത് പരന്ന് കിടക്കുന്ന ജലാശയം. ഇത് ഡാമിൻ്റെ ജലസംഭരണിയാണ്. അതുകൊണ്ട് ഇതിനകത്ത് ഒഴുക്കേയില്ല. അങ്ങ് ദൂരെ വെള്ളത്തിൽ ഒരു ആനയെ കുളിപ്പിക്കുന്നത് കാണാം. ഫുഡ് സൂപ്പറായിരുന്നു. മീനൊക്കെ ഞങ്ങൾ ഒരു തുള്ളി പോലും മിച്ചം വെക്കാതെ മുഴുവൻ കഴിച്ചു. ആംബിയൻസോ അതിലും സൂപ്പർ. പിന്നെ വിലയോ വളരെ തുച്ഛം. എല്ലാം കൊണ്ടും സജസ്റ്റ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ഈ സായ് ഹോട്ടൽ. ലക്ഷ്യം മറന്നിട്ടില്ല, തൃപ്പരപ്പാണേ. കുറേ സമയം അവിടെ നിന്ന് കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഞങ്ങൾ അവിടെ നിന്നും പുറപ്പെട്ടു. എങ്ങോട്ട്? തൃപ്പരപ്പിലേക്ക്. ടോയ്ലറ്റാണ്, പക്ഷെ ക്ലീൻ ആൻഡ് നീറ്റാണ് കേട്ടോ. ഇവിടെ നിന്നും വെറും 9 കിലോമീറ്റർ മാത്രമേ ഉള്ളൂ. അടുത്ത് നമ്മൾ നെട്ട ചെക്ക് പോസ്റ്റ് കവർ ചെയ്യും. ഇനി നമ്മൾ തമിഴ്നാട്ടിലേക്ക് കയറുകയാണ്. പഞ്ചായത്തിൻ്റെ വക പാർക്കിംഗ് ഫീസ് 50 രൂപ. അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഞങ്ങൾ തൃപ്പരപ്പിൻ്റെ വാട്ടർഫോൾസിൻ്റെ അകത്തേക്ക് ഇറങ്ങുകയാണ്. രണ്ട് സൈഡും വഴിനീള കടകളാണ്. ചിപ്സായിട്ടും ബാഗുകളായിട്ടും എന്തൊക്കെ വേണം അതെല്ലാം അവിടെയുണ്ട്. പിന്നെ ഈ വെള്ളത്തിലിറങ്ങാനായിട്ട് തോർത്തോ സോപ്പോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ അതുപോലും നമുക്ക് ഇവിടുന്ന് വാങ്ങാൻ പറ്റും. വാട്ടർഫോൾസിലേക്കുള്ള എൻട്രി ഫീ 10 രൂപയാണ്. ടോയ്ലറ്റ് ഫെസിലിറ്റിയും പെയ്ഡ് ലോക്കർ ഫെസിലിറ്റിയും ഇവിടെ അവൈലബിൾ ആണ്. ഇതാണ് വെള്ളച്ചാട്ടത്തിൻ്റെ എൻട്രി. സ്റ്റെപ്സും യൂസ് ചെയ്യാം,
റോഡും യൂസ് ചെയ്യാം. ഈ വെള്ളച്ചാട്ടമേ വളരെ പരന്നാണ് ഒഴുകുന്നത്. ഇത് വളരെ റെയറായിട്ടുള്ള ഒരു കാഴ്ചയാണ്. ഈ പരന്നൊഴുകുന്ന ഈ വെള്ളച്ചാട്ടത്തിൻ്റെ പേരും കറക്റ്റ് തന്നെ, തൃപ്പരപ്പ്. ഗോദയാർ നദിയെ 50 ഫീറ്റ് ഹൈറ്റിൽ നിന്ന് നേരെ താഴേക്ക് വന്ന് പതിക്കുന്ന സ്ഥലമാണിത്. ഇതിൻ്റെ അടിയിൽ ഇഷ്ടംപോലെ ആൾക്കാർ കുളിക്കുന്നുണ്ട്. ഫാമിലി ആയിട്ടുണ്ട്, ആണുങ്ങളുണ്ട്, പെണ്ണുങ്ങളുണ്ട്, കുട്ടികളുണ്ട്. ഞങ്ങളെപ്പോലെ ഡ്രസ്സ് നനച്ച് വെള്ളത്തിലിറങ്ങാത്തവരും കുറേയേറെ ആൾക്കാർ അവിടെ ഉണ്ട്. താഴേന്ന് സാധനവും കയറ്റി റോഡിൽ കൂടെ വണ്ടി മുകളിലേക്ക് പോകുന്നതും കാണാം. സ്റ്റെപ്സ് പറ്റാത്തവർക്ക് ഈ വഴിയും യൂസ് ചെയ്യാം. കുമരിക്കുറ്റാലം എന്ന വേറൊരു പേരും ഇതിനുണ്ട് കേട്ടോ. കന്യാകുമാരി ജില്ലയിലെ കുലശേഖര പട്ടണത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. 300 അടി നീളത്തിൽ പരന്നു കിടക്കുന്ന പാറയുടെ മുകളിൽ നിന്നും 50 അടി താഴത്തേക്കാണ് ഗോദയാർ നദിയിലെ വെള്ളം പതിക്കുന്നത്. ഈ വെള്ളം സിമൻറ്റ് പാകിയ തറയിലൂടെ പരന്നൊഴുകുന്നു. ഞങ്ങളെപ്പോലെയുള്ള മരിച്ചുകൾക്ക് ഇതൊരു ഉപകാരമാണ്. വെള്ളത്തിൽ ഇറങ്ങുകയും ചെയ്യാം, അറ്റ് ദ സെയിം ടൈം തുണി നനയുകയില്ല. ഈ ഗോദയാർ നദി മഴക്കാലത്ത് നിറഞ്ഞു കവിഞ്ഞൊഴുകും. അപ്പോൾ ഈ വെള്ളച്ചാട്ടത്തിൻ്റെ ഫോഴ്സും കൂടും. ആ സമയത്ത് ഈ വെള്ളച്ചാട്ടം കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും. പിന്നെ ഇവിടുത്തെ എൻട്രി ടൈം രാവിലെ 7 തൊട്ട് വൈകിട്ട് 6 വരെയാണെന്നുള്ളത് മറക്കണ്ട. സ്റ്റെപ്സിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു ഓവറോൾ വ്യൂ ഇതാണ്. ഒരു കൽമണ്ഡപമുണ്ട്. പിന്നെ ഈ വാട്ടർഫോൾസിന് ചുറ്റിനും കൈവരികൾ കെട്ടി അവർ മാക്സിമം സേഫ്റ്റി എൻഷുർ ചെയ്തിട്ടുണ്ട്. വെള്ളം ഒഴുകി പോകുന്ന സ്ഥലത്തേക്ക് ആൾക്കാർക്ക് പ്രവേശനമില്ല. എന്നാൽ നേരെ പതിക്കുന്നിടത്താണ് കുളിക്കാനുള്ള സ്ഥലം. കുട്ടികൾക്ക് കളിക്കാനുള്ള ഒരു ചെറിയൊരു പാർക്കും നല്ല ഭംഗിയായി സെറ്റ് ചെയ്ത ഒരു ഗാർഡനും ഈ വെള്ളച്ചാട്ടത്തോട് ചേർന്ന് തന്നെയുണ്ട്. ഭക്ഷണം കഴിക്കാനും സാധനം വാങ്ങാനുമൊക്കെ ധാരാളം കടകൾ ഈ റോഡിൻ്റെ 2 സൈഡിലും ഉണ്ട്. ചായയും ബജിയും ചിപ്സും എല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഈ വെള്ളച്ചാട്ടത്തിൻ്റെ കുറച്ച് മുകൾ ഭാഗത്തായിട്ടാണ് ബോട്ട് ക്ലബ്ബ്. ഞങ്ങളിനി അങ്ങോട്ടുള്ള യാത്രയാണ്. അവിടെ പ്രവേശന കവാടത്തിൽ തന്നെ ബോട്ട് ക്ലബ്ബ് എന്നുള്ള ബോർഡ് കാണാം. അവിടെ നിന്ന് പിന്നെയും കുറേ ദൂരം നടക്കാനുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റോളം നടന്ന് നമ്മൾ ബോട്ട് ക്ലബിൻ്റെ എൻട്രി പോയിന്റ് ചെല്ലും. ഈ സ്റ്റെപ്സ് കയറി നമ്മൾ മുകളിലോട്ട് പോകുമ്പോൾ ഒരു നീണ്ട പാലമാണ്. ഇതിൻ്റെ അങ്ങേക്കരയിലാണ് നമ്മുടെ ബോട്ട് ക്ലബ്ബ്. ഇതിലേ ഇങ്ങനെ നടന്ന് നമ്മൾ അപ്പുറത്തെത്തണം. ഗോദയാറിൻ്റെ നേരെ കുറുകെയാണ് ഈ പാലം. ഈ പാലത്തിൻ്റെ അങ്ങേയറ്റത്താണ് ബോട്ട് ക്ലബ്ബ്. ഈ വലതുവശത്തായിട്ട് കാണുന്നതാണ് ചെക്ക് ഡാം. ഇവിടെയാണ് ബോട്ടിംഗ് ഫെസിലിറ്റി അവൈലബിൾ. ഞങ്ങൾ ചെന്നന്ന് ബോട്ടിംഗ് അവൈലബിൾ അല്ലായിരുന്നു, കാരണം വെള്ളം കുറവായിരുന്നു. ഈ ചെക്ക് ഡാമും കഴിഞ്ഞ് പാലത്തിൻ്റെ അടിയിലൂടെ പോയി ഗോദയാർ നദി 50 ഫീറ്റ് ഹൈറ്റിൽ നിന്ന് താഴേക്ക് പതിക്കുന്നതാണ് നമ്മുടെ തൃപ്പരപ്പ് വെള്ളച്ചാട്ടം. പാലത്തിൽ നിന്ന് നോക്കുമ്പോഴേ ഇടതുവശത്തായിട്ട് ഒരു വലിയ ക്ഷേത്രം കാണാം. അത് ശിവക്ഷേത്രമാണ്. ക്ഷേത്രത്തിൻ്റെ കൽമണ്ഡപവും അവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഈ ഗോദയാർ നദി ചുറ്റി നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ വരുമ്പോൾ ഈ പാലം എൻഡ് ചെയ്യുന്നിടത്താണ് നമ്മുടെ ബോട്ട് ക്ലബ്ബ് ഉള്ളത്. പാലം ഇറങ്ങി നമ്മൾ തിരിച്ചു വരുമ്പോൾ റോഡിൻ്റെ വലതുവശത്തായിട്ട് വലിയ നീളത്തിലൊരു കോട്ട കാണാം. ഇത് ശിവക്ഷേത്രത്തിൻ്റെ കോട്ടയാണ്. 9-ാം നൂറ്റാണ്ടിലാണ് ഈ ക്ഷേത്രം ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഭഗവാൻ ശിവനെ ശ്രീ വീരഭദ്രൻ്റെ രൂപത്തിലാണ് ഇവിടെ ആരാധിക്കുന്നത്. കന്യാകുമാരി ജില്ലയിലെ ശിവാലയ ഓട്ടം നടക്കുന്ന 12 ശിവക്ഷേത്രങ്ങളിൽ 3ാമത്തേതാണ് ഈ ക്ഷേത്രം. ഏതാണ്ട് 3 മണിയോടുകൂടി ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു. നെട്ട വഴി തന്നെയാണ് വന്നതും. പോകുന്ന വഴി ഞങ്ങൾക്ക് ഒരു സ്ഥലം കൂടെ കാണണം. എവിടാന്നറിയണ്ടേ? കോട്ടൂർ ആന വളർത്തൽ കേന്ദ്രം.